പ്രിയ സഹോദരി സഹോദരന്മാരെ, സഹപ്രവർത്തകരെ, അസ്സലാമു അലൈക്കും. പ്രവാചകൻ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സന്ദർഭമാണിത്. പ്രവാചകൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. മറ്റെല്ലാവരേക്കാളും അള്ളാഹുവിനെയും അവൻ്റെ പ്രവാചകൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സ്നേഹിക്കുന്നതിലൂടെയാണ് നമ്മുടെ വിശ്വാസം പൂർണ്ണമാകുന്നത്. പ്രവാചക സ്നേഹം എന്ന് പറയുന്നത് പ്രവാചക തിരുചര്യയെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക എന്നതുകൂടിയാണ്. വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ടല്ലോ, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുക്കുമുല്ലാഹ്. നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്നെ പിൻപറ്റുക എന്ന് പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രവാചക തിരുചര്യയുമായി ബന്ധപ്പെട്ട് പ്രവാചക തിരുചര്യയിൽ നിർബന്ധമായ ധാരാളം കാര്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ സുന്നത്തായ കാര്യങ്ങളുണ്ട്, ഐച്ഛികമായ കാര്യങ്ങളുണ്ട്. നാം പലപ്പോഴും ലാഘവത്വം വെച്ച് പുലർത്താറുള്ളത് ഐച്ഛികമായ കാര്യങ്ങളിലാണ്. സുന്നത്തിൻ്റെ കർമ്മശാസ്ത്രപരമായ പരിമിതിക്കകത്ത് നിന്നുകൊണ്ടാണ് ചിലപ്പോഴെങ്കിലും നാം അതിനെ മനസ്സിലാക്കാറുള്ളത്. എടുത്താൽ കൂലി കിട്ടുന്നതും ഒഴിവാക്കിയാൽ കുഴപ്പമില്ലാത്തതും, അപ്പോൾ എടുക്കേണ്ടതില്ലല്ലോ എന്ന ലാഘവത്വം പലപ്പോഴും പ്രവാചക തിരുചര്യയിലെ തന്നെ നവാഫിലുകളുമായി ബന്ധപ്പെട്ട് സംഭവിക്കാറുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുദ്സിയായ ഒരു ഹദീസിലൂടെ പറയുന്നുണ്ട്, എൻ്റെ ദാസൻ എന്നോട് അടുപ്പം കാണിക്കുന്നിടത്ത് നിർവഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിർബന്ധ കാര്യങ്ങൾ നിർവഹിക്കുക എന്നുള്ളതാണ്. പിന്നീട് ആ അടുപ്പം നിലനിർത്തുന്നത് നവാഫിലുകളിലൂടെയാണ്. വമാ യസാലു അബ്ദി തഖറബു ഇലയ്യ ബിൻ നവാഫിൽ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. എൻ്റെ അടിമ അല്ലെങ്കിൽ എൻ്റെ ദാസൻ എന്നോട് ഏറ്റവും കൂടുതൽ അടുപ്പം നിലനിർത്തുന്നത് നവാഫിലുകളിലൂടെയാണ് എന്ന്. അങ്ങനെയെങ്കിൽ പിന്നീട് അവൻ കാണുന്ന കണ്ണ് എൻ്റേതാണ്, അവൻ കേൾക്കുന്ന കാത് എൻ്റേതാണ്, അവൻ നടക്കുന്ന പാദങ്ങൾ എൻ്റേതാണ്, അവൻ പ്രവൃത്തി ചെയ്യുന്ന അവൻ്റെ കരങ്ങൾ എൻ്റേതാണ്. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അവൻ ചോദിച്ചാൽ ഞാൻ ഉത്തരം നൽകും, അവൻ അഭയം തേടിയാൽ ഞാൻ അഭയം നൽകും. ഇതിനർത്ഥം അള്ളാഹുവിൻ്റെ കാവലും കരുതലും നമ്മുടെ ജീവിതത്തിൽ നവാഫിലുകളിലൂടെ ഫർദിനോടൊപ്പം ഉണ്ടായിത്തീരും എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ ആരാധനാകർമ്മങ്ങൾ നാം ശ്രദ്ധിച്ചു നോക്കൂ. നമസ്കാരം നാം നിർവഹിക്കുന്നു, പോരാ, നമ്മൾ നമസ്കാരം ജമാഅത്തായി നിർവഹിക്കണം. അതോടൊപ്പം തന്നെ സുന്നത്ത് നമസ്കാരങ്ങൾ നിർവഹിക്കണം, സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിക്കണം. അതോടൊപ്പം തന്നെ ദുആകൾ നിർവഹിക്കണം, ദിക്റുകളും പ്രാർത്ഥനകളും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി ഉണ്ടായിത്തീരണം. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണം. ഇതെല്ലാം പ്രവാചക തിരുചര്യയുടെ ഭാഗമായി നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകേണ്ടുന്ന കാര്യമാണ്. നമ്മുടെ നടത്തത്തിൽ, നമ്മുടെ ഇരുത്തത്തിൽ, നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ സമീപനത്തിൽ നാം ആളുകളെ കാണുമ്പോൾ അവർക്ക് മുഖം കൊടുക്കണം, അവരോട് അഭിവാദ്യം ചെയ്യണം, അവരോട് സലാം ചൊല്ലണം. അതോടൊപ്പം തന്നെ അവർക്ക് പുഞ്ചിരി സമ്മാനിക്കണം. പുഞ്ചിരി സ്വതക്കയാണ് എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. നാം പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ നാം പ്രാർത്ഥന നിർവഹിക്കേണ്ടതുണ്ട്. പള്ളിയിൽ നിന്നിറങ്ങുമ്പോൾ പ്രാർത്ഥന നിർവഹിക്കാനുണ്ട്. നാം ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലി നാം ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഹംദോടുകൂടി നാം ഭക്ഷണം കഴിക്കുന്നത് അവസാനിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ അദബുകൾ, അതിൻ്റെ ചര്യ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭംഗിയായി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. എന്തിനധികം പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കുന്നിടത്ത്, കയറുന്നിടത്ത്, ഇറങ്ങുന്നിടത്ത്, നാം വീട്ടിലേക്ക് കയറി ചെല്ലുന്ന സന്ദർഭത്തിൽ, വീട്ടിൽ നിന്നിറങ്ങുന്ന സന്ദർഭത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ സൂക്ഷ്മമായ തലങ്ങളെ അള്ളാഹുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള പ്രാർത്ഥന കൊണ്ട്, ദിക്റ് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനിലൂടെ ഏറ്റവും സൗന്ദര്യമുള്ളതാക്കി തീർക്കുന്നുണ്ട്. അപ്പോൾ നിർബന്ധകാര്യം പോലെ തന്നെ പ്രവാചകൻ്റെ തിരുചര്യയിൽ നവാഫിലുകൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എടുത്താൽ കൂലി കിട്ടുന്ന, ഒഴിവാക്കിയാൽ കുഴപ്പമില്ലാത്ത ഒന്നല്ല. ഇസ്ലാമിനെ പൂർണ്ണമാക്കുന്നത് പ്രവാചക തിരുചര്യയിലെ നിർബന്ധകർമ്മങ്ങളും നവാഫിലുകളും ചേർന്നുകൊണ്ടാണ്. അതുകൊണ്ട് മുഴു ജീവിതത്തെയും പ്രവാചക തിരുചര്യയെ മുൻനിർത്തിക്കൊണ്ട് പരിഷ്കരിക്കാനുള്ള, സംസ്കരിക്കാനുള്ള, സമുദ്ധരിക്കാനുള്ള, അങ്ങനെ സ്വന്തം ജീവിതത്തെ, ഇസ്ലാമിക ജീവിതത്തെ ഏറ്റവും സൗന്ദര്യമുള്ളതാക്കാനുള്ള, അതിനെ പൂർണ്ണമാക്കാനുള്ള സന്ദർഭമാകട്ടെ ഇത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.